വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അടിപൊളി DIY ഐസ് ക്യൂബിന്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ വർണ്ണിക്കാനൊന്നും അറിയില്ല. കാര്യം ഇത് നല്ല വർക്കിംഗ് ആണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എന്തായാലും നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ഇടുമല്ലോ. ഒന്നില്ലെങ്കിൽ തലേന്ന് ചെയ്യും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഫംഗ്ഷന് പോകുന്നതിന്റെ രാവിലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ചില സമയത്ത് നമുക്ക് ഈ പാക്കൊക്കെ ഇട്ട് ഈ തിരക്കുകളൊക്കെ കൊണ്ട് 20 മിനിറ്റ് ഇങ്ങനെ പാക്ക് ഇട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ച് അടുത്ത റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത്. സത്യത്തിൽ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഒരു കസിൻ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് അവര് വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പാക്ക് ഇടാനായിട്ടുള്ള സമയം ഒന്നും കിട്ടില്ല. നല്ല ലേറ്റ് ആയി. പിന്നെ അത് 20 മിനിറ്റ് ഒക്കെ നിൽക്കാനായിട്ടുള്ള ഒട്ടും സമയം കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, ഈ ഒരു ഐസ് ക്യൂബിന്റെ ഈ ഒരു സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചേച്ചി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് നന്നായിട്ട് വർക്കിംഗ് ആണെന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അന്ന് വീട്ടില് ഞാനിപ്പോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട്ടില് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വലിയ സാധനങ്ങളൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് ഏതൊക്കെ ഐറ്റംസ് വേണം, രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ അതൊക്കെ ഏതൊക്കെയാന്നുള്ള ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. പിറ്റേ ദിവസം നമ്മളിപ്പോ ഫംഗ്ഷന് പോകുന്നതിന്റെ അന്നാണ് ഈ ഐസ് ക്യൂബ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണേ. അത് ചെയ്തപ്പോഴുണ്ടല്ലോ നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സമയമില്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ഐറ്റാണ് കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരുങ്ങി ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരു നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈസി ഒരു ടിപ്പാണിത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം ഞാൻ എടുക്കുന്നത് പാലാണ് കേട്ടോ. ഇത് പച്ചപ്പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. ഇതൊരു 3/4 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഐസ് ക്യൂബ്സ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാലെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹണി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് മിക്സ് ആവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. എന്നാലും നന്നായിട്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഹണി ആ പാലിനകത്തോട്ട് ഡിസോൾവ് ആവണം, ആ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഐസ് ട്രേ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 12-13 ഐസ് ക്യൂബ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഓവർനൈറ്റ് വെക്കാം. നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ഐസ് ക്യൂബായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഐസ് ആയതിന് ശേഷം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സത്യത്തിൽ നമ്മൾ ഇതിനകത്ത് ഹണിയാണല്ലോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹണിക്ക് പകരം യഥാർത്ഥത്തിൽ മഞ്ഞൾപ്പൊടിയായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞത്. പക്ഷേ മഞ്ഞൾ ഞാൻ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബേണിങ് സെൻസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു റിസ്ക് എടുക്കേണ്ട. അതുമല്ല നമ്മൾ ഫംഗ്ഷന് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഐസ് ക്യൂബ് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഞാനൊരു റിസ്ക് എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹണി ആഡ് ചെയ്തത്. അപ്പോൾ പിന്നെ വേറൊരു ദിവസം ഫംഗ്ഷനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പാലിനകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫേസിൽ ഒരു ബേണിംഗ് സെൻസേഷൻ, ഒരു നീറ്റൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫേസിൽ നല്ല രീതിയിൽ. അതേപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുമന്ന് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ആ രീതിയിൽ ചെയ്തിട്ടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് ഞാൻ പിന്നെ പാല് മാത്രം കേട്ടോ, അല്ലെങ്കിൽ പാലും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കരുത്. നമ്മൾ ഏതൊരു കാര്യമൊന്ന് നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിന് ഏതൊക്കെ സ്യൂട്ടാവും. എനിക്ക് ചില മഞ്ഞൾ വെച്ചിട്ടുള്ള ചില പാക്കുകൾ ഇടുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ചിലതിടുമ്പം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ആ സമയത്ത് ഫംഗ്ഷൻ്റെ ആ സമയത്ത് റിസ്ക് എടുക്കാഞ്ഞ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമുക്ക് മുന്നേ ചെയ്തിട്ട് അത് ഓക്കെ ആണ് നമുക്കൊരു ഉറപ്പുള്ളത് മാത്രം ചെയ്യാം. അല്ലാതെ നമ്മൾ സമയത്ത് പരീക്ഷിക്കാനായിട്ട് നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തായാലും ചിലർക്ക് പാലൊക്കെ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു DIY ഐസ് ക്യൂബ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ഫേസിൽ ഐസ് ക്യൂബൊക്കെ വെച്ച് റബ്ബ് ചെയ്തു. ഒരു
ഒരു 3 വരെ മാക്സിമം ഐസ് ക്യൂബ്സ് എടുക്കുക കേട്ടോ. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുക. ഇപ്പം തന്നെ ഫേസിലൊരു ഗ്ലോയും ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊരു ഒരു എണ്ണമയം ഉണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണമയം ഉണ്ടാവില്ല. കാര്യം പാലാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു എണ്ണമയം ഫേസിൽ കാണും. അപ്പോൾ അത് മാറാനായിട്ടാണ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അടുത്തോ നിന്ന് വേണം ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഫ്ലോർ ഫുള്ള് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു DIY ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും. അത് കംപ്ലീറ്റ് അറിയണമെങ്കിൽ നമ്മൾ ആ ഫേസും കൂടി വാഷ് ചെയ്തതിന് ശേഷം, ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ടതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പക്കാ റിസൾട്ട് അറിയാനും കൂടി പറ്റും. അല്ലാത്ത നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ച് തന്നെ റബ്ബ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും കേട്ടോ, നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫേസ് വാഷൊക്കെ വെച്ചൊന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.